കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ തീർത്ഥാടന ദേവാലയമാണ് വേളാങ്കണ്ണി. തമിഴ്നാട്ടിലെ നാഗപട്ടണത്തു നിന്നും 18 കിലോമീറ്റർ യാത്ര ചെയ്താൽ വേളാങ്കണ്ണിയിലെത്താം. ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്ത് കടലിന് അഭിമുഖമായി 5 ഏക്കർ സ്ഥലത്ത് വേളാങ്കണ്ണി പള്ളി സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ ദീർഘനാളത്തെ ആഗ്രഹത്തിനു ശേഷം വേളാങ്കണ്ണി മാതാവിൻ്റെ തിരുമുഖ ദർശനത്തിനായി ഞങ്ങളും ഈ പുണ്യഭൂമിയിലേക്ക് പ്രവേശിച്ചു. റോമൻ കത്തോലിക്ക സഭയുടെ കീഴിലാണ് ഈ പള്ളി. രാവിലെ 5:30 പള്ളി തുറക്കുകയും 9 മണിക്ക് അടയ്ക്കുകയും ചെയ്യുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ മോർണിംഗ് സ്റ്റാർ ചർച്ചിൽ മലയാളം കുർബാന നടക്കുന്നു. മാതാവിൻ്റെ അത്ഭുത ദർശനത്തിൻ്റെ ഓരോ ഭാഗമായിട്ടാണ് ഈ ദേവാലയത്തിൻ്റെ പിറവി തന്നെ എന്നറിയപ്പെടുന്നു. ഒരു ഹൈന്ദവ ബാലനായിരുന്നു മാതാവിൻ്റെ ആദ്യ ദർശനം വേളാങ്കണ്ണിയിൽ ലഭിച്ചത്. അതിനുശേഷം മോര് വിൽപ്പനക്കാരനായ മറ്റൊരു ബാലനും ദർശനമുണ്ടായി. പിന്നീട് ആ ബാലൻ ആരോഗ്യവാനായി കാണപ്പെട്ടു. അതിനുശേഷം ആരോഗ്യമാതാവ് എന്ന് വേളാങ്കണ്ണി അറിയപ്പെടുന്നു. ദർശനം ലഭിച്ച ബാലൻ മാതാവിൻ്റെ ദർശനത്തെപ്പറ്റി തൻ്റെ മുതലാളിയോട് പറയുകയും അദ്ദേഹമാണ് ഓലമേഞ്ഞ പള്ളി ഇവിടെ ആദ്യം സ്ഥാപിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് പല പല അത്ഭുതങ്ങളും വേളാങ്കണ്ണിയിൽ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ വിശ്വാസികൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത്ഭുതകരമായി സാധിച്ചു കൊടുക്കുന്ന വേളാങ്കണ്ണി മാതാവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ഒട്ടനവധിയാണ്. മഞ്ഞ പട്ടുടുത്ത് കൈക്കുഞ്ഞുമായി നിൽക്കുന്ന മാതാവിനെയാണ് വേളാങ്കണ്ണി പള്ളിയിൽ ആരാധിച്ചു വരുന്നത്. വേളാങ്കണ്ണിയിൽ വിവിധയിനം നേർച്ചകളും വഴിപാടുകളും നടത്തിപ്പോകുന്നു. അതിൽ പ്രധാനപ്പെട്ടവയാണ് ഓൾഡ് വേളാങ്കണ്ണി ചർച്ചിനു മുന്നിൽ 1 കിലോമീറ്ററോളം മണൽ വിരിച്ച പാതയിൽ മുട്ടിൽ ഇഴയുന്നതും, ജാതിമതഭേദമന്യേ തലമുണ്ടനം ചെയ്യുന്നതും, കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത ദമ്പതികൾ തൊട്ടിൽ കിട്ടുന്നതും, അങ്ങനെ ഒട്ടനവധി നേർച്ചകളും അവിടെ നടത്തിവരുന്നു. നിങ്ങൾ എന്നെങ്കിലും ഒരിക്കൽ വേളാങ്കണ്ണി മാതാവിനെ ദർശിച്ച് അവിടുത്തെ അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടതാണ്. അങ്ങനെ വേളാങ്കണ്ണി മാതാവിലെ എല്ലാ പള്ളികളും സന്ദർശിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചതിനു ശേഷം ഞങ്ങൾ പള്ളിയിൽ നിന്നും പുറത്തിറങ്ങി. അവിടെ അടുത്തായി വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെയും ദർശിച്ചതിന് ശേഷം ഞങ്ങൾ